أعوذ بالله من الشيطان الرجيم هذا وإن للطاغين لشر مآب جهنم يصلونها فبئس المحاد أيها الناس أوصيكم وإياي أولا بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തഖ്വ സൂക്ഷ്മത കൈമുതലാക്കി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ എനിക്കും നിങ്ങൾക്കും അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുതുബകളും പ്രവാചകന്റെ അധ്യാപനങ്ങളും സ്വഹാബിമാർക്ക് പടർന്നു കൊടുക്കാറുള്ള പ്രവാചകന്റെ ക്ലാസുകളുമൊക്കെ സ്വർഗ നരകങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാകും എന്ന് സ്വഹാബത്ത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഉപദേശം നൽകുകയാണെങ്കിൽ ആ ഉപദേശത്തിൽ സ്വർഗവുമായി ബന്ധപ്പെടുത്തി അവരെ താല്പര്യപ്പെടുത്തും. അതുപോലെ നരകമെന്ന് പറയുന്ന മഹാവിപത്തിൽ നിന്നും അവരെ ഭയപ്പെടുത്തുന്ന, അവരെ പേടിപ്പിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പകർന്നു കൊടുക്കുമെന്നാണ്. അതാണ് പ്രവാചകന്റെ പഠനങ്ങളുടെയും ഖുതുബകളുടെയും ഒക്കെ ഒരു ശൈലിയായി കൊണ്ട് പണ്ഡിതന്മാർ എടുത്തു പറയുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലായിക്കത്തുകളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബത്തിന്. മലായിക്കത്തുകൾ ഭൂമിയിൽ ഇറങ്ങി വരികയും നന്മയുടെ സദസ്സുകൾ അന്വേഷിച്ചുകൊണ്ട് അവർ ഈ ഭൂമിയിലൂടെ കടന്നു പോവുകയും ചെയ്യും. അങ്ങനെ ഓരോ സദസ്സും അവർ കണ്ടു കഴിഞ്ഞാൽ ആ സദസ്സിലുള്ള ആളുകൾക്ക് വേണ്ടി റഹ്മത്തിനും കാരുണ്യത്തിനും പാപമോചനത്തിനും വേണ്ടി അവർ പ്രാർത്ഥിക്കും. പ്രഭാതത്തിൽ ഇറങ്ങി വന്ന മലക്കുകൾ വൈകുന്നേര സമയത്ത് തിരിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെയുള്ള സദസ്സുകളെ മാത്രം ലക്ഷ്യം വെച്ച് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ചില മലക്കുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മലക്കുകൾ മടങ്ങിയെത്തുന്ന സമയത്ത് റബ്ബിനറിയാം ഓരോ സദസ്സിലുമുള്ള ആളുകളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ അവരുടെ നീയത്തും അവരുടെ ആത്മാർത്ഥതയും അവരുടെ ശുദ്ധിയുമെല്ലാം പടച്ച റബ്ബിന് നന്നായി അറിയാം. എങ്കിലും പടച്ചവൻ മലക്കുകളിലൂടെ പറയിപ്പിക്കും, മലക്കുകളോട് ചോദിക്കും, നിങ്ങൾ കണ്ട സദസ്സിൽ ഉണ്ടായിരുന്ന വിശ്വാസികൾ, നല്ല മനുഷ്യർ, സൽക്കർമ്മികൾ, അവരെന്തിൽ നിന്നാണ് കാവലിനെ ചോദിക്കുന്നത്? അവരെന്തിൽ നിന്നാണ് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നത്? ആ സമയത്ത് മലക്കുകൾ മറുപടി പറയും, മിനന്നാർ, അള്ളാഹുവേ, നീ സൃഷ്ടിച്ച നരകമെന്ന് പറയുന്ന ഭീകരമായ ആ നരകലോകത്തിൽ നിന്നാണ് അവർ രക്ഷ ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുമെന്നാണ്, ഫഹൽ റഔഹാ, ആ മനുഷ്യർ നരകം കണ്ടിട്ടുണ്ടോ? നരകത്തെ അവർ കാവലിനെ ചോദിക്കുന്നു, ആ നരകത്തെ അവർ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയും, ഇല്ല റബ്ബേ, നരകത്തെ അവർ കണ്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് ചോദിക്കുന്നത്, ഫകൈഫ ലൗ റഔഹാ, നരകത്തെ കാണാതെ അവർ കാവലിനെ ചോദിക്കുന്നുവെങ്കിൽ, നേരിട്ട് കാണാതെ അവർ നരകത്തെ പേടിക്കുന്നുവെങ്കിൽ, ആ നരകത്തെ അവർ നേരിട്ട് കണ്ടാൽ എങ്ങനെയായിരിക്കും അതിൽ നിന്ന് അള്ളാഹുവിനോട് ചോദിക്കുക, കാവലിനെ തേടുക, ശരണം തേടുക? മലക്കുകൾ പറയുന്ന മറുപടി, യഖൂലൂന ലൗ റഔഹാ കാനൂ അശദ്ദ മിൻഹാ ഫിറാറൻ വഅശദ്ദ ലഹാ മഖാഫാ, അവർ കണ്ടിരുന്നുവെങ്കിൽ ഇതിനേക്കാളും ശക്തമായി അവർ കാവലിനെ ചോദിക്കുമായിരുന്നു, ഇതിനേക്കാളും ഗൗരവകരമായി അവർ ഭയപ്പെടുമായിരുന്നു, ഇപ്പോൾ ഉള്ളതിനേക്കാളും അതിശക്തമായി അവർ നരകത്തെ പേടിക്കുമായിരുന്നു എന്ന് മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മറുപടി പറയുമെന്നാണ്. ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാം, മലക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഉഷ്ഹിദുകും അന്നി ഖദ് ഗഫർതു ലക്കും,
അവർക്ക് പൊറത്തു കൊടുത്തു എന്നുള്ളത് മലക്കുകളെ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ അവർക്ക് പാപമോചനം നൽകിയതായി അറിയിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും എന്നുള്ളതാണ്. മറ്റൊരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരോട് ചോദിക്കുന്നുണ്ട്. പ്രവാചകന്റെ വല്ലായ്മയും മുഖത്തുള്ള പ്രയാസവും ഒക്കെ കാണുന്ന സമയത്ത് സഹാബാക്കൾ ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു മറുപടിയുണ്ട്. വല്ലാഹി ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിയുന്നതൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, എനിക്കറിയാവുന്നതെല്ലാം നിങ്ങൾക്കറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ലറഹിക്തും ഖലീല, നിങ്ങൾ വളരെ കുറച്ചു മാത്രമായിരിക്കും പുഞ്ചിരിക്കുക. നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുകയില്ല, നിങ്ങൾ വളരെ കുറച്ചു മാത്രമായിരിക്കും ചിരിക്കുക. വല ബക്കൈത്തും കസീറ, നിങ്ങൾ ധാരാളമായി കരയാൻ സമയം കണ്ടെത്തുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് സഹാബിമാര് ചോദിച്ചു, റസൂലേ വമാ റഅയ്ത്, എന്താണ് അങ്ങ് കണ്ടതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കണ്ട കാഴ്ചയെ കുറിച്ച് പറയുന്നത്, മിഅ്റാജിന്റെ രാവുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ ഒരുക്കി വെച്ച നരക സ്വർഗ്ഗങ്ങളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റഅയ്തുൽ ജന്നത വന്നാർ, നരകത്തെയും സ്വർഗ്ഗത്തെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആ നരകത്തിനെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചുമുള്ള എന്റെ അറിവ് എന്നെ അല്പം മാത്രമാണ് ചിരിക്കാൻ അനുവദിക്കുന്നത്. എന്നെ ധാരാളമായി കരയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ആ നരക സ്വർഗങ്ങളുടെ കാഴ്ചയാണ്, അതിനെക്കുറിച്ചുള്ള അറിവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബത്തിനോട്. സഹോദരങ്ങളെ, നരകമെന്ന് പറയുന്നത് തീരാ നഷ്ടമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനം എങ്ങോട്ടാണ്? ഈ ലോകത്ത് 800 കോടി 700 കോടി മനുഷ്യരുണ്ടെങ്കിൽ ഈ മനുഷ്യരൊക്കെ ലോകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡുകളിലും ഒരുപാട് മനുഷ്യർ ഈ ലോകത്തേക്ക് കടന്നു വരുന്നു. പല ആളുകളും ഓരോ നിമിഷങ്ങളിൽ മരണപ്പെട്ടു പോകുന്നു. ഏറ്റവും ഈ ലോകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്താണ് സഹോദരങ്ങളെ? അത് മനുഷ്യന്റെ ലക്ഷ്യമല്ലേ? പട്ടിണിയുണ്ട്, തീവ്രവാദമുണ്ട്, ഭീകരവാദമുണ്ട്, പ്രയാസങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ ബുദ്ധിമുട്ടുകളും മുൻപിൽ നിർത്തി വെക്കുമ്പോഴും മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യൻ എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നത് എന്നുള്ളതാണ്. മനുഷ്യന്റെ ജീവിത ലക്ഷ്യമാണ്. അതാണ് ഏറ്റവും ഒന്നാമതായി നിൽക്കേണ്ട വിഷയം. എന്തിനാണ് ഇത്രയും കോടി മനുഷ്യർ ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്? എവിടേക്കാണ് അവർ കടന്നു പോകുന്നത്? ഇതിനുത്തരം കണ്ടെത്തേണ്ടതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ജീവിത നിയോഗം. ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അത് തിരിച്ചറിയലാണ്. ആ തിരിച്ചറിഞ്ഞ ആ ലോകത്തിന് വേണ്ട കാര്യങ്ങൾ ഒരുക്കലാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ നിയോഗം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്, നരകത്തിൽ ഒരു മനുഷ്യൻ കടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒരുപാട് കാലം ജീവിച്ച് മക്കളുടെ കൂടെ ജീവിച്ച് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് തൊക്കെ തന്നിട്ടും ബുദ്ധി തന്ന് കഴിവ് തന്ന് ആരോഗ്യം തന്ന് അല്ലലും അലട്ടലുമില്ലാതെ മരണം വരെയും അല്ലാഹു തൗഫീഖ് തന്നിട്ടും ഒരു മനുഷ്യന്റെ സങ്കേതം നരകമാണെങ്കിൽ എത്ര വലിയ നഷ്ടമാണ് അയാൾക്ക്. വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാദിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, വിശ്വാസികളുടെ നരകത്തിൽ കടക്കേണ്ടി വരുന്ന ഹതഭാഗ്യരുടെ ലിസ്റ്റ് വിശുദ്ധ ഖുർആൻ പറയുമ്പോ അവിടെ പറയുന്നത് കാണാം, ഇതാണ് ഇനി പറയാൻ പോകുന്ന ഈ ഒരവസ്ഥയാണ്. ധിക്കാരികൾക്ക് മടങ്ങിച്ചെല്ലാൻ തിരിച്ച് റബ്ബിന്റെ അടുക്കലേക്കാണ് എല്ലാരും പോകാനുള്ളത്. ആ പോകുന്ന സമയത്ത് മടങ്ങി ചെല്ലാനുള്ള സങ്കേതം എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട സങ്കേതമാണ്. ജഹന്നമ യസ്ലൗനഹാ ഫബിസൽ മിഹാദ്. ആ നരകത്തിൽ അവർ കത്തിയെരിയുന്നതാണ്. ആ നരകത്തിന്റെ തീച്ചൂളയിൽ അവർ കത്തിയെരിയുന്നതാണ്. എത്ര മോശപ്പെട്ട പര്യവസാനമാണ് അത്തരം മനുഷ്യർക്കുണ്ടാകുന്നത് എന്ന വിലാപം മനുഷ്യരെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യം സ്വർഗമാകണം, നരകത്തിൽ നിന്നുള്ള മോചനമാകണം നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. സൂറത്തു ആലി ഇംറാനിലൂടെ അല്ലാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ, ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാ വിജയിച്ചത്? ജീവിതത്തിൽ എല്ലാം കിട്ടി, ആശിച്ചതൊക്കെ കിട്ടി, അവൻ വിജയിച്ചിട്ടില്ല. ആഗ്രഹിക്കുന്നിടത്തോളം എല്ലാം കുന്നോളം കിട്ടി, അങ്ങനെ വയറ് നിറഞ്ഞ ആരാണ് സഹോദരങ്ങൾ ഈ ലോകത്തുള്ളത്? ആഗ്രഹിച്ചത് മുഴുവൻ കിട്ടുകയാണെങ്കിൽ അത് ജീവിതമാണോ? യഥാർത്ഥ വിജയി എന്ന് പറയുന്നത് ആരാണ്? അവനെ ഏതവസ്ഥയിൽ അല്ലാഹു സംവിധാനിച്ചാലും ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നവനാണ്. ആ യഥാർത്ഥ ലക്ഷ്യത്തിനെ കണ്ടെത്തുന്നവനാണ്. ഫമൻ സുഹ്സിയാനിന്നാർ. ആരാണോ മരണാനന്തര ജീവിതത്തിന് ശേഷം മരണത്തിനപ്പുറമുള്ളൊരു ലോകത്ത് ഫമൻ സുഹ്സിയാനിന്നാർ
നരകത്തെ തൊട്ട് ആട്ടിയകറ്റപ്പെട്ടത്. വഉദ്ഖിലൽ ജന്ന, സ്വർഗീയ ലോകത്തേക്ക് കടന്നു പോകാൻ ഒരു മനുഷ്യന് അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. അതാണ് വിജയം എന്ന് പറയുന്നത്, അല്ലാതെ ഈ ലോകത്ത് കിട്ടുന്ന ജയപരാജയങ്ങളല്ല. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ എന്നിട്ടൊരു താക്കീദിന്റെ സ്വരമാണ്, ഭാഷ്യമാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത്. ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കുമെന്നുള്ള ഉറപ്പ് തരാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, അവിടെ വിശുദ്ധ ഖുർആൻ ഉറപ്പിച്ച് പറയാണ്. ഒരു നിഷേധത്തിന്റെ സ്വരത്തിൽ പറഞ്ഞ് പിന്നീട് ഇസ്തിസ്നാവ് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഉറപ്പ് പറയാണ്, ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കും. നിങ്ങൾക്ക് ആ പരലോകത്ത് രക്ഷപ്പെടുന്നതിൽ ദുനിയാവ് നിങ്ങളെ വളരെയധികം വഞ്ചിക്കുന്ന ഒരു വിഭവമായാണ് അള്ളാഹു ഈ ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളും വെച്ചിട്ടുള്ളത് എന്ന വലിയ പാഠം വിശ്വാസികളെ വിശുദ്ധ ഖുർആൻ തെര്യപ്പെടുത്തുകയാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത് ഫകുബ്കിബൂ ഫീഹാ ഹും വൽ ഗാവൂൻ, ആ സ്വർഗീയ ലോകത്ത് പരലോക കോടതിയിൽ മനുഷ്യരെ എല്ലാം മാറ്റി നിർത്തപ്പെടുന്ന ഒരു സമയത്ത് കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് ആപ്പതിക്കുന്ന ചില ആളുകളുണ്ട്. ഫകുബ്കിബൂ ഫീഹാ ഹും വൽ ഗാവൂൻ, ആരാധിച്ചിരുന്ന ആളുകളും ആ ആരാധ്യന്മാരും അവരെ ആരാധിച്ചവരെയും ഒന്നടങ്കം നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിയുന്ന കാഴ്ചകൾ. ആരെയാണോ ആരാധിച്ചത് അവരെയും ആ ആരാധിച്ചിരുന്ന ആളുകളെയും എല്ലാം ഒന്നടങ്കം നരകത്തിലേക്ക് ഇങ്ങനെ കടത്തിവിടുന്ന ഒരു സമയം. വജുനൂദ് ഇബ്ലീസ് അജ്മഊൻ, ഇബ്ലീസിന്റെ സൈന്യങ്ങൾ മുഴുവൻ നരകത്തിലേക്ക് ഇങ്ങനെ കടന്നു പോകേണ്ടി വരുന്ന ഒരു ഘട്ടം. വിശുദ്ധ ഖുർആൻ നമ്മളെ വളരെ ഭയപ്പാടോടുകൂടി മനുഷ്യനെ ഉണർത്തുന്ന ഒരു കാര്യമാണ് സഹോദരങ്ങളെ. സൂറത്ത് ശുഅറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വതമ്മത് കലിമതു റബ്ബിക ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെ വാക്ക് സത്യമാണ്. ലഅംലഅന്ന ജഹന്നം, ജിന്നുകളെയും മനുഷ്യരെയും ഈ രണ്ട് വിഭാഗത്തെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യുമെന്ന നിന്റെ രക്ഷിതാവിന്റെ വചനം നിറവേറ്റപ്പെടുമെന്നാണ്. അള്ളാന്റെ ആ വചനം സ്ഥിരപ്പെടും. ഒരുപാട് ആളുകൾ സംഘമായി കൊണ്ട് ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ലക്ഷ്യം തെറ്റിയവരാണ് അവരൊക്കെ. ജീവിതത്തിൽ കാലടറിപ്പോയ ആളുകളാണ് അവരൊക്കെ. നൈമിഷികമായ ചില അനുഗ്രഹങ്ങളിൽ വഞ്ചിതരായിക്കൊണ്ട് ദീനിനെ മറന്ന ആളുകളാണ് അവരൊക്കെ. അവസാനം കടന്നു പോകേണ്ടത് നരകതുല്യമായ ഒരു ജീവിതമാണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ ഓർമ്മപ്പെടുത്തി, വമയ്യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, അല്ലാഹ് ആർക്കാണോ സന്മാർഗം കൊടുത്തത് അവനാണ് സന്മാർഗം പ്രാപിച്ചവൻ. വമയ്യുദ്ലിൽ ഫലൻ തജിദ ലഹും ഔലിയാ, വമയ്യുദ്ലിൽ, പടച്ചവൻ ഒരു മനുഷ്യനെ വഴികേടിലാക്കി കഴിഞ്ഞാൽ അവനെ പിന്നീട് രക്ഷിക്കാൻ ഒരാളുമില്ല, ഒരു സഹായവുമില്ല. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം, ചില മനുഷ്യർ അല്ലാഹു പരലോകത്ത് കൊണ്ടുവരുന്നത് മുഖം കുത്തിയ നിലയിൽ അല്ലാഹു കൊണ്ടുവരുമെന്നാണ്. മുഖം കുത്തിയവരായിക്കൊണ്ട് നിന്ദ്യരായി നികൃഷ്ടരായി കൊണ്ടുവരും. മാത്രവുമല്ല അന്ധരും മൂമരും ബധിരരുമായി കൊണ്ട് പരലോകത്ത് ചില ആളുകൾ കടന്നു വരാനുണ്ട് എന്നാണ്. അങ്ങനെ ജീവിതത്തിൽ ലക്ഷ്യം പഴച്ചവരെല്ലാം പരലോകത്ത് കനത്ത നഷ്ടത്തിലായിരിക്കും പരലോകമുറ്റത്ത് പടച്ചവനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. വമഅവാഹും ജഹന്നമു കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ. പിന്നീട് വിശുദ്ധ ഖുർആൻ പറയുന്നത് വമഅവാഹും ജഹന്നം, ഇനി അവർക്ക് താമസിക്കാനുള്ള ഇടമെന്ന് പറയുന്നത് അത് നരകമാണ്, നരകലോകമാണ് ഇനി അവർക്കുള്ളത്. കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ, അതിന്റെ തീ കെട്ടുപോകുമ്പോഴെല്ലാം അത് കൂട്ടി കത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അതിന്റെ ചൂട് ഒരിക്കലും നിന്നു പോകാതെ അള്ളാഹു കത്തിച്ചുകൊണ്ടേയിരിക്കും, ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതിന് അണഞ്ഞു പോകും തോറും അതിന് ജ്വാലകൾ നൽകി കൂട്ടിക്കൊടുത്തുകൊണ്ടേയിരിക്കുമെന്നാണ്. അങ്ങനെയുള്ളൊരു നരകലോകമാണ്. മനുഷ്യന് ഒന്നുകിൽ മരണാനന്തര ജീവിതത്തിന് അപ്പുറത്ത് രണ്ട് ലോകങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, അള്ളാഹു സ്വർഗത്തെ സൃഷ്ടിച്ചപ്പോൾ നരകത്തെ സൃഷ്ടിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ നരകത്തെ കാണാൻ വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട്. ഫലമ്മാ ഖലഖല്ലാഹു അൻ-നാറ ഖാല യാ ജിബ്രീലു ഇദ്ഹബ് ഫൻദുർ ഇലൈഹാ. അള്ളാഹു നരകത്തെ സൃഷ്ടിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ, മലക്കുകളുടെ സയ്യിദാണ് ജിബ്രീലിനെ വിളിച്ചിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ ജിബ്രീലു ഇദ്ഹബ് ഫൻദുർ ഇലൈഹാ, അല്ലയോ ജിബ്രീൽ താങ്കൾ ആ നരകം പോയി കാണണം. ഫൻദുർ ഇലൈഹാ, ആ നരകം കണ്ട് തിരിച്ചു വരണം. ഫദഹബ ഫനളറ ഇലൈഹാ സുമ്മ ജാഅ,
ആ നരകത്തെ കണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വന്നുകൊണ്ട് പറയുന്ന മറുപടി, ഐ റബ്ബി വഇസ്സതിക ലാ യസ്മഉ ബിഹാ അഹദുൻ ഫയദ്ഖുലുഹാ. അല്ലാഹുവേ, ഈ നരകത്തെ കുറിച്ച് കേൾക്കുന്ന ഒരു മനുഷ്യനും ആ നരകത്തിൽ പ്രവേശിക്കുകയില്ലല്ലോ. അത്ര ഭീകരമാണല്ലോ. നരകത്തെ കേൾക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ആ നരകത്തിലേക്ക് വന്നെടുക്കാൻ പറ്റുക? പേടിയോടുകൂടി പിന്തിരിയുമല്ലോ റബ്ബേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടുക്കൽ പറയുമ്പോൾ അല്ലാഹു ഫഹഫഹാ ബിശഹവാത്ത്, ആ നരകത്തിലേക്ക് മനുഷ്യരെ പെടുത്തുന്ന ചില കാര്യങ്ങളെ അള്ളാഹു നരകത്തെ പൊതിയുമെന്നാണ്. നരകത്തെ വീണ്ടും ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിന്റെ കാഴ്ചക്ക് വേണ്ടി അല്ലാഹു നരകത്തിൽ കടന്നു പോകുന്ന ആളുകളുടെ ദുർബലതകളെ കൊണ്ട് മൂടി, ശഹവാത്തുകളെ കൊണ്ട് മൂടി, ദേഹേച്ഛകളെ കൊണ്ട് മൂടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പിന്നീട് വീണ്ടും കടന്നു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിന്നെ കടന്നു പോയതിനു ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, ഐ റബ്ബി വഇസ്സതിക, പടച്ച റബ്ബേ, നിന്റെ പ്രതാപത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ലഖദ് ഖശീതു അല്ലാ യബ്ഖ അഹദുൻ ഇല്ലാ ദഖലഹാ. ആ നരകത്തിൽ നിന്ന് ഒരാളും വിട്ടുപോകില്ലല്ലോ റബ്ബേ. ആ നരകത്തിലേക്ക്, ദേഹേച്ഛകളിലേക്ക് കടന്നു പോകുന്ന ഓരോ മനുഷ്യനും അതിലേക്ക് പ്രവേശിക്കാതെ രക്ഷപ്പെടില്ലല്ലോ പടച്ചവനെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു മറുപടി പറയുന്നു എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അവസാനം എന്ന് പറയുന്ന അവിടെയാണ് ഒരു മനുഷ്യന് ജയിക്കാനുള്ളത്. അവിടെയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ ജയവും പരാജയവും കടന്നു വരുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവിടെ എത്തിക്കഴിഞ്ഞതൊക്കെ സത്യമാണെന്ന് മനസ്സിലാകുമ്പോ ചില ആളുകൾ രക്ഷപ്പെടാൻ വഴിയില്ലാതെ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് ഭൂമി മുഴുവൻ സ്വർണവുമായി കൊണ്ട് റബ്ബിന് പകരം കൊടുത്താലും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചില ആളുകൾ കൊതിക്കും. അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന നോക്കൂ നിങ്ങൾ, ഇന്നല്ലദീന കഫറു, അവിശ്വസിച്ച ആളുകൾ, ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅ വമിസ്ലഹു മഅഹു, ഭൂമി മുഴുവനും അവർ ഫിദിയയായി കൊണ്ട് പ്രായശ്ചിത്തമായി നരകത്തിൽ നിന്നും മോചിതരാകാൻ റബ്ബിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ, വമിസ്ലഹു, അതുപോലെ വീണ്ടും അവർ കൊണ്ടുവരികയാണ്. അതുപോലെ വീണ്ടും ഒരു ഭൂമി മുഴുവൻ പ്രായശ്ചിത്തമായി റബ്ബിന്റെ മുമ്പിൽ അതുപോലൊരു ഭൂമി പിന്നെയും വെച്ചാലും, ലിയഫ്തദൂ ബിഹി മിൻ അദാബി യൗമിൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാളിലെ ശിക്ഷ ഒഴിവായി കിട്ടാൻ മനുഷ്യൻ വന്ന് കെഞ്ചിയാലും മാ തുഖബ്ബില മിൻഹും, അവരിൽ നിന്നൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല. അവർ എന്ത് വെച്ചാലും അതിന് പകരമാകുകയില്ല. ഇനി അവർക്കുള്ളത് അവരുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കുള്ള ശിക്ഷയാണ്. ഇനി പകരം മറ്റൊന്നില്ല, ഒരു പകരം സ്വീകരിക്കലില്ല. ആലോചിച്ചു നിങ്ങൾ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ അവിടെ തോറ്റുപോയാൽ, ഇവിടെ ഒന്ന് കാലിടറി നമ്മളൊന്ന് മരിച്ചു പോയാൽ പിന്നെ എന്തായിരിക്കും സഹോദരങ്ങൾ നമ്മുടെ അവസ്ഥ? നമുക്കൊരു ഓപ്ഷൻ ഇല്ല. തിരിച്ചു മടങ്ങാനോ തിരിച്ചു നന്നാവാനോ നമുക്കൊരു വഴിയുണ്ടോ? നമുക്ക് തിരിച്ചു പോകാൻ, നമ്മുടെ ലക്ഷ്യം നേടാൻ ഇനി എന്താണ് സഹോദരങ്ങളുള്ളത്? നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളല്ലാതെ, ഈ നിമിഷാർത്ഥങ്ങളല്ലാതെ മറ്റെന്താ സഹോദരങ്ങളെ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താനുള്ളത്? നമ്മൾ ചെയ്ത കുറച്ച് നന്മകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഏതവസ്ഥയിൽ നിൽക്കുന്നു അവിടെ മുതൽ തിരിച്ചു നടക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു മനുഷ്യൻ വിചാരിക്കുന്ന വിചാരങ്ങൾ ഈ ദുനിയാവിൽ ഒരു മനുഷ്യൻ ജമാഅത്ത് നഷ്ടപ്പെടുത്താൻ ആർക്കു വേണ്ടിയിരിക്കും സഹോദരങ്ങളെ? അവനാന്റെ കുട്ടിനേറ്റും ഭാര്യനേറ്റും ഒരു കച്ചവടത്തിന്, ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോ ജമാഅത്തിന്റെ നേരായാൽ നിസ്കരിക്കണമെന്ന് മനസ്സുള്ള ആൾക്കാർ ഒരു പക്ഷേ അവരെ പള്ളിക്ക് പുറത്ത് നിർത്തിയെങ്കിലും, നിസ്കാരമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ പള്ളിന്റെ സൈഡിൽ നിർത്തിയെങ്കിലും നല്ല ഈമാനുള്ള ഒരു മനുഷ്യൻ അവിടെ നിന്ന് നിസ്കരിക്കും. അങ്ങനെ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? നമ്മുടെ എല്ലാ സൗകര്യങ്ങളും കഴിഞ്ഞ് തക്കാളിയും പഞ്ചസാരയും ഒക്കെ മേടിച്ച് തിരിച്ചു വന്നിട്ട് പിന്നെ ഒരു 10 മണിക്കുള്ള നിസ്കാരമാണ്, ഭക്ഷണം അടക്കം കഴിച്ചിരിക്കും. ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ നിസ്കാരം ഉള്ളത്, അല്ലെ? എന്ത് വിലയാണ് നമുക്ക് ദീനിന്റെ കാര്യത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്? ത്യാഗം നമ്മൾ എന്ത് സഹിച്ചു എന്നാണ് നമ്മൾ ആശ്വസിക്കുന്നത്? പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രം എന്താണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്? ആ ഒരു ആത്മാർത്ഥമായ ചിന്ത നമ്മുടെ കാര്യത്തിൽ നമ്മളല്ലാതെ ഒരാളും ചിന്തിക്കൂല. അപ്പൊ നഷ്ടപ്പെടുത്തിയത് ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഉമ്മക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി അവരാന്റെ ജീവിതം നഷ്ടപ്പെടുത്തി. പരലോകത്ത് വിരൽ കടിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, യുബസ്സറൂനഹും, അവരുടെ ബന്ധുക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ്. വാപ്പാർക്ക് മക്കളെ കാണിക്കും, ഭാര്യക്ക് ഭർത്താവിനെ കാണിക്കും, എല്ലാവരും അന്യോന്യം കാണിക്കപ്പെടും പരലോകത്ത്. എന്നിട്ടോ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനി, താനേറെ
സ്നേഹിച്ചിരുന്ന, ചോര നീരാക്കി കഷ്ടപ്പെട്ടത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ആ കുട്ടിയെ നരകത്തിലേക്ക് പറഞ്ഞയച്ച് രക്ഷപ്പെട്ടാലോ റബ്ബേ എന്ന് ചിന്തിക്കുന്ന, കുട്ടിയെ നരകത്തിലേക്ക് പറഞ്ഞയച്ച് അവരാന്റെ തടി രക്ഷപ്പെടുത്തിയാൽ അതെത്ര നന്നായിരിക്കുമെന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകുമെന്നാണ്. തന്റെ ഭാര്യയെയും സഹോദരങ്ങളെയും ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും നരകത്തിൽ പോയി ഞാനൊന്ന് രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് ഓരോ മനുഷ്യനും ചിന്തിച്ചു പോകുന്ന ഒരു ഘട്ടാണ് നരകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുന്ന ഘട്ടെന്നാണ്. ആ പരലോക മുറ്റം എന്ന് പറയുന്നത് ഒരാൾ ഒഴിഞ്ഞു പോകൂല എന്നുള്ള, എല്ലാരും വന്ന് അവിടെ ഉണ്ടായിരിക്കും. കല്ലാ ഇന്നഹാ ലളാ, കല്ലാ ഇന്നഹാ ലളാ. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? അതിന് മറുപടി പറയാണ് വിശുദ്ധ ഖുർആൻ. സംശയമൊന്നും വേണ്ട. കല്ലാ ഇന്നഹാ ലളാ, ജ്വലിക്കുന്ന നരകാഗ്നിയാണത്. അതുകൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നത്. നസ്സാഅത്തൻ ലിശവാ, തലയോട്ടി ഉരിച്ചു കളയുന്ന, തലയോട്ടിയുടെ തൊലി ഉരിച്ചു കളയുന്ന ഭാഗമുള്ള നരകാഗ്നിയാണത്. അതുകൊണ്ടാണ് മനുഷ്യൻ അങ്ങനെ വരെ ചിന്തിച്ചു പോകുന്നത്. അത് കാണുമ്പോ മനുഷ്യൻ അങ്ങനെ തോന്നുന്നതാണ്. അത് കാണുമ്പോ ആ ഒരു ലോകം യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമെന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഹദീസ് പോരെ ഒരു വിശ്വാസിയുടെ നെഞ്ചെടുപ്പിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുതാ ബി അൻഗമി അഹ്ലി ദുനിയാ മിൻ അഹ്ലി നാർ യൗമൽ ഖിയാമത്തി ഫയസ്ബഗു ഫിന്നാരി സബ്ഗാ. ദുനിയാവിലെ എല്ലാ നിലക്കും അനുഗ്രഹങ്ങൾ ആസ്വദിച്ച, ഏറ്റവും അനുഗ്രഹം ആസ്വദിച്ച ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾ എങ്ങനെ കൊണ്ടുവരുന്ന, അയാളെ കൊണ്ടുവന്ന് ഫയസ്ബഗു ഫിന്നാരി സിബ്ഗതൻ, നരകത്തിൽ നിന്നും ഒരു കോരി അയാളുടെ ദേഹത്തൊഴിക്കും. ആ സമയത്ത് സുമ്മ യുഖാലു യാ ഇബ്ന ആദം, അല്ലയോ ആദമിന്റെ പുത്ര, ഹൽ റഅയ്ത ഖൈറൻ ഖത്തു, ഏ മനുഷ്യ ദുനിയാവിൽ നീ വല്ല സുഖവും ആസ്വദിച്ചിരുന്നോ എന്ന് ആ മനുഷ്യനോട് ചോദിക്കുമെന്നാണ്. ആ മനുഷ്യൻ പറയും, ഹൽ മർറ ബിക നഈമുൻ ഖത്തുൻ, നിനക്ക് വല്ല സുഖവും ദുനിയാവിൽ നീ ആസ്വദിച്ചിരുന്നോ എന്ന് ചോദിക്കും. ലാ വല്ലാഹി റബ്ബി, പടച്ചോനെ ഇല്ല, ഇല്ല റബ്ബേ എന്ന് മറുപടി പറയുമെന്നാണ്. ഒരു പുരുഷായുസ് മുഴുവൻ ഈ ദുനിയാവിൽ സുഖാഡംബരങ്ങളിൽ മുഴുകിയ മനുഷ്യനെ പോലും നരകത്തിൽ നിന്നൊരു കോരി അങ്ങ് ദേഹത്തൊഴിക്കുമ്പോഴേക്ക് അവന്റെ ജീവിതത്തെ മുഴുവൻ പറന്നു പോകാൻ പര്യാപ്തമാകുന്ന തോതിൽ നരകത്തിന്റെ തീജ്വാലകൾ, നരകത്തിന്റെ യാതനകൾ, നരകത്തിന്റെ വ്യതകളും വേദനകളും ഒരു മനുഷ്യന്റെ ജീവിതത്തെ തന്നെ മറപ്പിച്ചു കളയാൻ പര്യാപ്തമാണ് എന്നാണ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, മരണമില്ലാതെ കാലങ്ങളും യുഗങ്ങളും വർഷങ്ങളും ശിക്ഷയായി ആ ലോകത്ത് കഴിച്ചു കൂട്ടുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെ ശിക്ഷയായിക്കൊണ്ട് കാലാകാലം നരകീയ ലോകത്ത് യാതനകളുമായി കടന്നു പോകുന്ന മനുഷ്യന്റെ അവസ്ഥകൾ എന്തായിരിക്കും? നരകത്തിന്റെ പേരുകൾ തന്നെ പഠിച്ചാൽ മതി, ഒരു മനുഷ്യൻ നന്നാവും. നരകത്തിന്റെ പേര്, അതിന്റെ അർത്ഥം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഈമാൻ ഇങ്ങനെ കൂടിക്കോളും, അവൻ പള്ളിക്ക് വന്നോളും. നരകത്തിന്റെ പേരുകളെ കുറിച്ച് എന്താ? വലിച്ചെറിയപ്പെടുന്ന എല്ലാത്തിനെയും കരിച്ചു കളയുന്ന, പൊടിച്ചു കളയുന്ന ശക്തിയുള്ളത് കൊണ്ടാണ് നരകത്തിന് ഹുതമ എന്നൊരു പേര് വന്നത്. ഹുതമ എന്നുള്ളൊരു പേരുണ്ട് നരകത്തിന്. എല്ലുകളോ രക്തമോ മാംസമോ ഒന്നും ബാക്കിയാകാത്ത രൂപത്തിൽ നരകാഗ്നിക്ക് കരിച്ചു കളയാനുള്ള ശക്തിയുള്ളത് കൊണ്ടാണ് നരകത്തിന് സഖർ എന്നൊരു പേര് വന്നത്. ഒന്നും ബാക്കി ഉണ്ടാവില്ല, മാംസമോ രക്തമോ എല്ലുകളോ ഒന്നും ബാക്കിയാത്ത നിലയ്ക്ക് പൂർണ്ണമായും കരിച്ചു കളയാൻ മാത്രം പ്രാപ്തിയുള്ളത് കൊണ്ടാണ് സഖർ എന്ന പേരിന്റെ വ്യാപ്തിയാണ്. നരകലോകത്തിന്റെ ആ പേരുകൾ പഠിക്കുമ്പോൾ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അറിയാതെ ഈമാൻ ഉണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ ആ ലോകത്തെ കൊണ്ടു നടക്കുക, എപ്പോഴും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുക. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്നിഗ്ധ ഘട്ടങ്ങളിലും ഈ ഓർമ്മ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ലോകത്ത് തഖ്വയോടെ ജീവിക്കാനുള്ള ഒരു വഴി. മറ്റൊന്നുമില്ല. ആലോചിച്ച് നോക്കൂ, ഒരു ചൂടിൽ നിന്ന് ഒരു മനുഷ്യന് അഭയം സ്വീകരിക്കാനുള്ള 3 വഴികളാണ്. ഒന്നുകിൽ ഒരു തണലിലേക്ക് മാറി നിൽക്കുക, അല്ലെ, ഒന്നുകിൽ വെള്ളം കുടിക്കുക. ഇങ്ങനെയൊക്കെയുള്ള വഴികളാണ് ഒരു മനുഷ്യൻ സ്വീകരിക്കുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റുകൊള്ളുക, ഇത് 3നെയും പടച്ചോൻ ഇങ്ങനെ എടുത്തു പറഞ്ഞത് ശിക്ഷയായിക്കൊണ്ടാണ്. നരകത്തിൽ എത്തിപ്പെടുന്ന ഒരു മനുഷ്യൻ ഒരു ദാഹജലത്തിന് കേഴുമ്പോൾ, ഒരു തണലിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ജലത്തിന് വേണ്ടി കുടിവെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അത് ശിക്ഷയായിക്കൊണ്ടാണ് അള്ളാഹു കൊടുക്കുന്നത് എന്നാണ്. ആ ആയത്ത് കേട്ടുകഴിഞ്ഞാൽ ഫീ സമൂമിൻ വഹമീം, സമൂം എന്ന് പറഞ്ഞാൽ
ഒരു മനുഷ്യന്റെ തൊലിയിലൂടെ ഉള്ളിലേക്ക് അടിച്ചു വീശുന്ന ഉഷ്ണക്കാറ്റാണ്, തീക്കാറ്റാണ്. അത് തൊലി ഇങ്ങനെ പൊളിച്ച് കടന്നു പോകുന്നതാണ്. വഹമീം, ചുട്ട് തിളക്കുന്ന വെള്ളമാണ് ഒരു മനുഷ്യന് കുടിക്കാൻ കൊടുക്കുന്നത്. കരിമ്പുകളുള്ള തീയിന്റെ തണലാണ് ഒരു മനുഷ്യനുള്ളത്. ലാബാരിദിം വലാ കരീം, ഒരു മനുഷ്യന് സുഖദായകമല്ലത്, ഒരിക്കലും ആശ്വാസം നൽകാൻ പര്യാപ്തമല്ലത്. ഒരു മനുഷ്യൻ ദുനിയാവിൽ ഒരു ചൂടിൽ നിന്ന് അഭയം നൽകുന്ന 3 കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ അങ്ങനെ എടുത്തു പറഞ്ഞിട്ട് അതൊക്കെ ശിക്ഷയായിക്കൊണ്ടാണ് അവിടെ കൊടുക്കുന്നത് എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഓർമ്മ നിലനിർത്തുക. ഈ ഓർമ്മകളിലൂടെ ജീവിച്ചാൽ ഒരു മനുഷ്യന് നന്നാകാനും ഇബാദത്ത് ചെയ്യാനും ഒക്കെ തോന്നും. ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിക്കാനും അദ്കാറുകളും പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടാനൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. നരകം സംസാരിക്കുന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നരകം സംസാരിക്കും. നരകം പറയുന്ന വാക്കുകൾ, നരകത്തിന്റെ ലോകത്തിന് സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലാണ്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. നരകത്തിന് സംസാരിക്കാൻ കഴിവുണ്ട്. ഇഷ്തഖത്തിൻ നാറു ഇലാ റബ്ബിഹാ, നരകം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു, റബ്ബി അകല ബഅലി ബഅലൻ, പടച്ചവനെ ഉഗ്രതാപത്താൽ എന്റെ ചിലത് മറ്റു ചിലതിനെ വിഴുങ്ങിയിരിക്കുന്നു, ചുട്ടുചാമ്പലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തീജ്വാല കൂട്ടിത്തരണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫഅദിന ലഹാ ബിനഫസൈൻ, 2 തീജ്വാലകൾ, 2 തീക്കാറ്റുകൾ അതിനനുവദിച്ചു കൊടുത്തു എന്നാണ്. നഫസും ഫി ശിതാഇ വ നഫസും ഫി സ്വൈഫ്, ഒരു വർഷത്തിൽ 2 തവണ നരകം സൃഷ്ടിക്കപ്പെട്ട ഇപ്പോഴുമുള്ള നരകം അത് ജ്വലിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ്. വർഷത്തിൽ 2 തവണ നരകം ജ്വലിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആലോചിക്കൂ സഹോദരങ്ങളെ, അത്രത്തോളം ഭീകരമായ ഒരു ലോകമാണ് മനുഷ്യന്റെ ജീവിതാവസാനം എന്ന് പറഞ്ഞാൽ. ഇത്ര കഴിവുള്ള, ഇത്ര ബോധമുള്ള ഒരു മനുഷ്യൻ അള്ളാഹു വെറുതെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? വളരെ സൂക്ഷ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ കഴിവുകളെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടെത്താൻ കഴിയും ഒരു മനുഷ്യന്. ഇത്ര കഴിവുള്ള ഒരു മനുഷ്യനെ വെറുതെ സൃഷ്ടിക്കുമെന്നാണോ കരുതുന്നത്? ഈ സൃഷ്ടി ഒരിക്കലും വെറുതല്ല. പടച്ചവനെ തിരിച്ചറിയാൻ, അള്ളാഹുവിനെ തിരിച്ചറിയാൻ, റബ്ബിന് കഴിയാത്തതായി ഒന്നുമില്ല എന്ന് തിരിച്ചറിയാൻ വേണ്ടി, ആ റബ്ബിന് കീഴൊതുങ്ങി ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം തന്നിരിക്കുന്നത്. ആ റബ്ബിനെ കണ്ടെത്താൻ വേണ്ടിയാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഊഖിദ അലന്നാരി അൽഫ സനത്തിൻ ഹത്താ ഇഹ്മറത്. ഊഖിദ അലന്നാർ, നരകം കത്തിക്കപ്പെട്ടു. ബി അൽഫി സനത്തിൻ ഹത്താ ഇഹ്മറത്, അത് ചുവക്കുവോളം, ചുവന്ന നിറമാകുവോളം 1000 വർഷങ്ങൾ നരകം കത്തിക്കപ്പെട്ടിട്ടുണ്ട്. സുമ്മ ഊഖിദ അലൈഹാ അൽഫ സനത്തിൻ ഹത്താ ഇബിയദ്ദത്, നരകത്തിന്റെ നിറം വെളുക്കുവോളം വീണ്ടും 1000 വർഷങ്ങൾ നരകം കത്തിക്കപ്പെട്ടു. സുമ്മ ഊഖിദ അലൈഹാ അൽഫ സനത്തിൻ ഹത്താ ഇസ്വദ്ദത്, ആ നരകത്തിന് കറുകറുത്ത നിറം വരുന്നതുവരെ 1000 വർഷം പിന്നെയും നരകത്തിന് തീജ്വാലകളാൽ അത് നരകം കത്തിക്കപ്പെട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഹിയ സൗദാഉ കല്ലൈലിൽ മുദ്ലിം, രാത്രിയുടെ കൂരിരുട്ടുള്ള രാത്രി പോലെ കറുകറുത്ത നിറമുള്ളതാണ് ഇപ്പോൾ നരകം എന്ന് പറയുന്നത്. ആ നരകത്തിന്റെ നിറം രാത്രിയുടെ കൂരിരുട്ട് പോലെ കറുത്ത നിറത്തിലാണ് ഇപ്പൊ നരകമുള്ളത് എന്നാണ്. ആ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സംവിധാനിച്ചിട്ടുള്ളത്. അവിടെ സഹോദരങ്ങളെ, ആ നരകത്തെ പേടിക്കാനും റബ്ബ് ഭയപ്പെടുത്തിയ ആ ലോകത്തെ പേടിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു ദാലിക യുഖവ്വിഫു ഇബാദഹു, ആ നരകത്തെ തൊട്ടാണ് മനുഷ്യരെ, നിങ്ങളെ ദാലിക യുഖവ്വിഫുല്ലാഹു ഇബാദഹു, തന്റെ അടിമകൾ അല്ലാഹു ഭയപ്പെടുത്തുന്നത് ആ ലോകത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ്. ആ ലോകത്തെ കുറിച്ച് പേടിയുണ്ടോ? പടച്ചോൻ ഭയപ്പെടുത്തുക എന്ന് പറയാം, ആ പേടി നമുക്കുണ്ടോ? ഇബാദുകളെ പടച്ചവൻ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ ആ ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. മനുഷ്യരെല്ലാം നരകത്തിലും സ്വർഗത്തിലും കടന്നു കഴിഞ്ഞാൽ ഒരു മലക്ക് ഇങ്ങനെ വരുന്നാണ്. ഒരു മലക്ക് വന്നു നിൽക്കും അവർക്കിടയിൽ. ആ മലക്ക് വിളംബരം ചെയ്യുന്ന ഒരു വാക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞു, സുമ്മ യുഖാലു യാ അഹ്ലൽ ജന്ന, അല്ലയോ സ്വർഗ്ഗക്കാരെ, ഖുലൂദുൻ ഫലാ മൗത്ത്, നിങ്ങൾക്ക് ഇനി ഒരിക്കലും മരണമില്ല, മരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല നിങ്ങൾക്ക്, ഇനി എന്നെന്നുമാണ് ജീവിതം, ഒരിക്കലും മരണം നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. വയാ അഹ്ലൻ നാർ,
നരകക്കാരിലേക്കും ആ മലക്ക് കടന്നു വരുന്നുണ്ട്. ഖുലൂദുൻ ഫലാ മൗത്ത്, നരകക്കാരെ കേട്ടുകൊള്ളുക, ഇനി ഒരിക്കലും നിങ്ങൾക്ക് മരണം സംഭവിക്കാൻ പോകുന്നില്ല. ഇനി നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്, ഒരിക്കലും മരണം നിങ്ങൾക്ക് തേടിയെത്തുന്നതല്ല, മരണമില്ലാത്തൊരു ലോകമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവിടെ ജീവിതമില്ല മരണമില്ല എന്ന് വെച്ചാൽ അതിനെ ജീവിതം എന്ന് പറയാൻ കഴിയില്ല. മരണമില്ലാത്ത ഒരു സ്ഥായിയായ അവസ്ഥയാണത്. അതൊരിക്കലും ജീവിതമെന്നോ മരണമെന്നോ പറയാൻ പറ്റാത്ത നിലക്ക് ഒരു വല്ലാത്ത കഠോരമായ ജീവിതമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ അവിടെ വെളിപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി ഇത് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി ഒരു ആയത്ത് ഓതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബകൾക്ക് ഓതിക്കൊടുത്ത ആയത്ത് വഅൻദിറുഹും, നബിയേ അവർക്ക് താക്കീത് കൊടുക്കുക പ്രവാചകരെ, യൗമൽ ഹസ്റ, നഷ്ടബോധത്തിന്റെ ദിവസത്തെ സംബന്ധിച്ച് അവർക്ക് താക്കീത് കൊടുക്കുക പ്രവാചകരെ. ഇത് ഖുദിയൽ അംറു വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ, കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന, നന്മ തിന്മകൾ വ്യവച്ഛേദിച്ച് വേർതിരിക്കപ്പെടുന്ന ആ ദിവസത്തെ കുറിച്ച് അവർക്ക് താക്കീത് കൊടുക്കുക നബിയെ. വഹും ഫീ ഗഫ്ലത്തിൻ, അവരെ അശ്രദ്ധയിലാണ് നബിയെ. വഹും ലാ യുഅ്മിനൂൻ, അവര് വിശ്വസിക്കുന്നില്ല പ്രവാചകരെ, അവരെ താക്കീത് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതിന് ശേഷം മണ്ണിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടിനാണ്. അവരെ അശ്രദ്ധയിലാണെന്ന് പറഞ്ഞത് ഈ ദുനിയാവിനെ ഉദ്ദേശിച്ചാണെന്ന് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കാൻ വേണ്ടി പ്രവാചകന്റെ വിരലിങ്ങനെ മണ്ണിൽ ഇങ്ങനെ കുത്തിനാണ്. ഫീ ഗഫ്ലത്തിൻ, ഇതിന്റെ വിഷയത്തിലാണ് അശ്രദ്ധ. ഈ ലോകം എന്നും ഇങ്ങനെ ഉണ്ടാവുന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, എത്ര ആധാരങ്ങൾ അടിയാധാരങ്ങളായി മാറ്റപ്പെട്ടു. എത്രയോ വെട്ടിപ്പിടിച്ച മനുഷ്യന്മാരുണ്ടായിരുന്നു. ഇതൊക്കെ തിരിച്ചെഴുതപ്പെട്ടില്ലേ? മക്കളുടെ പേരിലേക്ക് എഴുതി വെച്ചു. ആ ആധാരങ്ങളൊക്കെ വീണ്ടും അടിയാധാരങ്ങളായേ. പിന്നെയും മക്കളിൽ നിന്ന് അടുത്ത മക്കളാണ്. അത് വീണ്ടും ഇങ്ങനെ എഴുത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആരും കൊണ്ടുപോയിട്ടില്ല, ആരും ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഇവിടെ വന്നവരെല്ലാം കാലിയായിക്കൊണ്ടാണ് തിരിച്ചു പോയിട്ടുള്ളത്. അവനവൻ ചെയ്ത കർമ്മങ്ങളല്ലാതെ മറ്റൊന്നും ഒരാൾക്കും ഉപകാരപ്പെടാത്തൊരു ദിനമാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്. ഈ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മരണമില്ല എന്ന് നരകക്കാർക്കും സ്വർഗക്കാർക്കും ഒരുപോലെ പറയപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗക്കാരുടെ സന്തോഷം ഇരട്ടിക്കുന്ന, നരകക്കാരുടെ ദുഃഖം അത് ഇരട്ടിക്കും, ധാരാളമാകും. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും, ഫലൗലാ അന്നല്ലാഹ ഖളാ ലിഅഹ്ലിൽ ജന്നത്തിൽ ഹയാത വൽ ബഖാ, അല്ലാഹ് എങ്ങാനും സ്വർഗക്കാരായ ആളുകൾക്ക് എന്നെന്നും ജീവിതം നിശ്ചയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ സന്തോഷം കൊണ്ട് അവർ മരിച്ചുപോയേനെന്ന്. സ്വർഗീയ ലോകത്ത് ഇനി അവർക്ക് മരണമില്ല, ഇനി എന്നും കാലാകാലം അവിടെയാണ് എന്ന് അറിയുന്ന ഒരു മനുഷ്യൻ, അള്ളാഹു അവിടെ ബഖാ വിധിച്ചിട്ടില്ല എങ്കിൽ, എന്നെന്നും ജീവിക്കാനുള്ള നശ്വരത പടച്ചവൻ വിധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവര് സന്തോഷത്തിന്റെ അളവ് കൂടി മരണപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരുമായിരുന്നു. ഇത് നേരെ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വലൗലാ അന്നല്ലാഹ ഖളാ ലിഅഹ്ലിൻ നാരിൽ ഹയാത ഫീഹാ വൽ ബഖാ ലമാതു തറഹാ. നരകക്കാരിത് കേൾക്കുമ്പോൾ ദുഃഖത്തിന്റെ കാഠിന്യം കൊണ്ട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകലോകത്ത് നശ്വരത വിധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ആ നഷ്ടബോധത്തിന്റെ ആ പ്രയാസം കൊണ്ട്, ദുഃഖഭാരം കൊണ്ട് അവർ മരണപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുമായിരുന്നു എന്നാണ്. കാരണം ജീവിതത്തിൽ ഇനിയൊരു രക്ഷപ്പെടലില്ല എന്നൊരു മനുഷ്യൻ തിരിച്ചറിയാണ്. ജീവിതത്തിൽ ഇനിയൊരു രക്ഷയില്ല, ഇതാണ് ലോകം എന്നൊരു മനുഷ്യൻ തിരിച്ചറിയുകയാണ്. ഇനി ഒരു രക്ഷപ്പെടലില്ല. മലക്ക് വന്ന് വിളിച്ചു പറയാണ്, ഖുലൂദുൻ, ഇനി എന്നെന്നും കാലാകാലം ഇവിടെ കിടക്കാനാണ് വിധി എന്ന് വിളിച്ചു പറയാണ്. മലക്ക് മാലിക്കിനോടൊരു ചോദ്യമുണ്ട് മനുഷ്യരുടെ. വനാദൗ യാ മാലികു ലിയഖ്ളി അലൈനാ റബ്ബക്. വേദന അനുഭവിക്കുന്ന ചില മനുഷ്യന്മാര് വിളിച്ചു പറയും, വനാദൗ, അവർ വിളിച്ചു പറയും, യാ മാലിക്, അല്ലയോ മാലിക്കേ, ലിയഖ്ളി അലൈനാ റബ്ബക്, നിന്റെ രക്ഷിതാവിനോടൊന്ന് പറയൂ, ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചു തരാൻ പറയൂ. ഖാല ഇന്നകും മാകിസൂൻ, മലക്ക് മാലിക് പറയും, നിങ്ങൾ എവിടേക്കും പോകില്ല, ഇവിടെ തന്നെ കഴിച്ചു കൂട്ടേണ്ടവരാണ്, നിങ്ങൾ ഇവിടെ തന്നെ കഴിച്ചു കൂട്ടേണ്ടവരാണ് എന്ന് ആ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്ക് അവരോട് പറയുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോന്നിനും, ഓരോ തോന്നലുകൾക്കും, മനുഷ്യന്റെ ജീവിതം അങ്ങനെയല്ല, പലതും തോന്നും. അവിടെ എല്ലാം പിടിച്ചു നിൽക്കാൻ മനുഷ്യന് സാധിക്കണം. മനുഷ്യന് തോന്നാത്തതൊന്നുമില്ല. തെറ്റുകളിലേക്കൊക്കെ മനുഷ്യന്റെ മനസ്സിങ്ങനെ കൊണ്ടുപോകും. അതൊക്കെ ചെയ്യലല്ല, അവിടെയാണ് ഈമാൻ പാലിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു സൂക്ഷ്മതയും ബോധവും നമുക്കുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഊസിക്കും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് രണ്ടാമതൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പറഞ്ഞു വന്നത്, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, പക്ഷേ റസൂലുള്ള പറഞ്ഞ പല വാക്കും നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ല. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, പക്ഷെ റസൂലുള്ള ഓതി തന്ന പല ഖുർആന്റെ ആയത്തും ഇന്നും നമ്മൾ കേട്ടിട്ടില്ല. ജനിച്ചിട്ട് 10, 30, 40 കൊല്ലായി. പക്ഷെ ഇസ്ലാം ദീനിന്റെ എല്ലാ ആയത്തും നമ്മൾ കേട്ടിട്ടില്ല. ഇസ്ലാം ദീനിന്റെ എല്ലാ ഹദീസും ഇന്നോളം നമ്മൾ കേട്ടിട്ടില്ല. അതിനുള്ളൊരു തൗഫീഖ് കിട്ടിയിട്ടില്ല. സഹോദരങ്ങളെ, പണ്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ കുറഞ്ഞ അറിവ് ഉണ്ടാവുള്ളൂ. പാതിരാ വയലുകളിൽ അവർക്ക് കിട്ടിയ ഈമാനെ അവർക്ക് ഉണ്ടാവുള്ളൂ. മദ്രസകളിൽ നിന്ന് അവർ ചൊല്ലിപ്പടിച്ച, ഓതിപ്പടിച്ച, ഓത്തുപുരകളിൽ നിന്ന് പഠിച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ നല്ല ഈമാനുള്ള മനുഷ്യന്മാരായിരുന്നു അവർ. ആ കിട്ടിയ കുറച്ചറിവ് അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയാവുന്നു. നല്ല ഈമാനുള്ള മനുഷ്യന്മാരായിരുന്നു അവർ. പക്ഷെ ഇന്ന് എന്തെല്ലാം പഠിക്കാനുള്ള സ്രോതസ്സുകളാ സഹോദരങ്ങളെ. യൂട്യൂബിൽ നിന്ന്, മറ്റു മാധ്യമങ്ങൾ വഴി ദീന് പഠിക്കാൻ, ദീനിന്റെ ഓരോരോ മസലകൾ, ഓരോരോ പോയിന്റുകളും പഠിക്കാനുള്ള അവസരങ്ങളാണ്. പക്ഷേ ഇന്നത്തെ ഒരു തലമുറക്ക് ഈമാൻ ഇല്ല എന്നുള്ളതാണ്. ഒരുപാട് അറിവുണ്ട്, അറിവ് നേടാനുള്ള അവസരങ്ങളുണ്ട്, പക്ഷേ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടി നിലനിർത്തുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഈ വിഷയത്തിന്റെ പൂർത്തീകരണം എന്നുള്ള നിലക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകം കൊണ്ടുവരപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് പോകലല്ല, നരകം ഇങ്ങോട്ട് കൊണ്ടുവരലാണ്. നരകം ഇങ്ങോട്ട് കൊണ്ടുവരലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, യുതാ ബിജഹന്നമ ലഹാ 70,000 സിമാം, 70,000 കടിഞ്ഞാണുകളും കൊണ്ട് നരകം കൊണ്ടുവരപ്പെടുന്നതാണ്. ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 490 കോടി മലക്കുകളായിരിക്കും നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടുന്നത്. 490 കോടി മലക്കുകൾ ആ നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടും എന്നാണ്, ആ നരകത്തെ പ്രത്യക്ഷപ്പെടുത്തും എന്നുള്ളതാണ്. നരകത്തിന്റെ കാവൽക്കാരുടെ എണ്ണം പറഞ്ഞപ്പോൾ മുശ്രിക്കുകൾ പരിഹസിച്ചു. അലൈഹാ 19, അതിന് കാവൽക്കാരായി 19 മലക്കുകളുണ്ട്. പടച്ചോൻ പേടിപ്പിക്കാനാ പറഞ്ഞത്, പക്ഷേ മുശ്രിക്കുകൾ പരിഹസിച്ചു. 19 ഉള്ളൂ എങ്കിൽ ഈ മക്കയിലുള്ള ആൾക്കാരെന്നെ ധാരാളമാണ്, അവരടിച്ചോടിക്കാൻ ഞങ്ങൾ തന്നെ മതി എന്ന് അബൂജഹലും കൂട്ടരും പറഞ്ഞു. പക്ഷെ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരിഹാസത്തെ, മലക്കുകളുടെ വലിപ്പത്തെ കുറിച്ച് അറിയാത്ത, മലക്കുകളുടെ സൃഷ്ടി ഗാംഭീര്യത്തെ കുറിച്ച്, ഘനത്തെ കുറിച്ച് അറിയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തുന്നുണ്ട്. അർശിന്റെ വാഹകരായ മലക്കുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഉദിന ലീ, എനിക്ക് അനുവാദം നൽകപ്പെട്ടു, അൻഹദ്ദിസ അൻ മലക് മിൻ ഹമലത്തിൽ അർശ്, റബ്ബിന്റെ അർശ് വഹിക്കുന്ന മലക്കുകളുടെ രൂപത്തെ കുറിച്ച് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. മാ ബൈന ശഹ്മതി ഉദിനിഹി ഇലാ ആതികിഹി, ഒരു മലക്കിന്റെ ചെവിക്കുഞ്ഞി മുതൽ തോളലിന്റെ അറ്റം വരെയുള്ള ഭാഗം മസീറത്തു 700 ആമിൻ, 700 വർഷത്തെ സഞ്ചാര ദൂരമുണ്ട്. ഒരു മലക്കിന്റെ ചെവിക്കുഞ്ഞി മുതൽ തോളല് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 700 വർഷത്തെ വഴി ദൂരമുണ്ട്. മുശ്രിക്കുകൾക്കുള്ള മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഫമൻ ശാഅ ഫൽയുമിൻ, ഫമൻ ശാഅ ഫൽയുമിൻ, ആർക്കാണോ വിശ്വസിക്കേണ്ടത് അവർ വിശ്വസിച്ചാലും മതി. ഫമൻ ശാഅ ഫൽയക്ഫുർ, ആർക്കാണോ നിഷേധിക്കേണ്ടത് നിഷേധിക്കണം. എന്താ നിഷേധിക്കാത്തത്? ഇതൊക്കെ നിഷേധിക്കൂലേ അല്ലേ? ഇന്ന് ഇസ്ലാമിന്റെ പല ഹദീസുകളും വരിക പലപ്പോഴും പല വീഡിയോകളിലും എത്തിസ്റ്റുകളുടെ വീഡിയോന്റെ കമന്റിന്റെ താഴെയാണ് സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, സിറാത്ത് പാലത്തെ കളിയാക്കുന്നതൊക്കെ അടിക്കുറിപ്പുകളിൽ വരാറുള്ളത് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്, കമന്റ് ബോക്സിലാണ്. അത്രത്തോളം ആളുകൾ ദീനിനെയും ദീനിന്റെ കാര്യങ്ങളെയും പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഈമാൻ വേണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫമൻ ശാഅ ഫൽയുമിൻ, ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം, ഫമൻ ശാഅ ഫൽയക്ഫുർ, ഇഷ്ടമുള്ളവന് അവിശ്വസിക്കാം. പക്ഷേ വിശുദ്ധ ഖുർആനിന് ശേഷം പറഞ്ഞത് ഇന്നാ അഅ്തദ്നാ ലിദ്ദാലിമീൻ, പക്ഷേ അക്രമികൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ, നരകത്തിനൊരു കൂടാരമുണ്ട്, ആ കൂടാരത്തെ നാം ഒരുക്കി വെച്ചിരിക്കുന്നു. ആ കൂടാരം സുറാദിഖ് എന്താന്ന് സൂറത്തുൽ കഹ്ഫിന്റെ വിശദീകരണത്തിൽ നബി തന്നെ പറഞ്ഞു തന്നു. ലസുറാദിഖുൻ നാസി 4 ജുദരിൻ, നരകത്തിന്റെ ആ കൂടാരം അത് 4 ചുവരുകളാണ്. കുഫുഫു കുല്ലി ജിദാരിൻ മസീറത്തു 40 സന,
ഓരോ ചുമരിന്റെയും ആ 4 ചുമരുകൾ കൊണ്ട് മറക്കപ്പെട്ട ഓരോ ചുമരിന്റെയും ഘനം എന്ന് പറയുന്നത് 40 വർഷമാണ് എന്നുള്ളതാണ്. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി പറയാണ് അശ്ശംസു വൽ ഖമറു മുകവ്വറാനി യൗമൽ ഖിയാമ. സൂര്യചന്ദ്രാദികൾ നരകത്തിൽ വന്ന് വീഴുമെന്നാണ്. അതിന്റെ വിശദീകരണത്തിൽ കാണാം, അതിനെ ആരാധിച്ച ആളുകളെ നിന്ദ്യപ്പെടുത്താനാണ് അള്ളാഹു അത് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ്. സൂര്യനെ ആരാധിച്ചവർ, ചന്ദ്രനെ ആരാധിച്ചവർ മനുഷ്യരുടെ കാലങ്ങളായ യുഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവരെ നിന്ദിക്കാനാണ് നരകത്തിൽ കൊണ്ട് വലിച്ചു വീഴ്ത്തപ്പെടുന്നത്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചതുപോലെ 12.5 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളും. 12 ഭൂമിയല്ല, 12.5 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളുന്നതാണ് സൂര്യൻ. ആ സൂര്യചന്ദ്രാദികൾ നരകത്തിലേക്ക് ഒളിച്ചു വീഴ്ത്തപ്പെടുമെന്നാണ്. അത്രയും ചെറുതായിരിക്കും നരകത്തിന്റെ വിശാലത. നരകം എന്ന് പറയുന്നത് നമ്മൾ ചെറുതായി കാണണ്ട. നരകം വലിച്ചു കൊണ്ടുവരപ്പെടുന്ന ഒരു നമ്മുടെ മനസ്സിലേക്ക് സങ്കല്പിക്കണ്ട, അതിന് ചെറുപ്പം സങ്കല്പിക്കണ്ട. ഈ ഭൂമിയെക്കാളും 12.5 ലക്ഷം ഭൂമികൾ അടുക്കി വെച്ചാൽ അതിനേക്കാളും വിശാലമാണ് നരകം. അത് വലിയ ലോകമാണ്, അള്ളാഹു സംവിധാനിക്കുന്ന ഒരു ലോകമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച് അള്ളാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ കഴിയും വിധം പരമാവധി പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, കുറ്റപ്പെടുത്തിയതല്ല, ജീവിതത്തിൽ തിരിച്ചു വരാൻ ഇനിയും അവസരമുണ്ട്. ഗ്യാസ് പൊട്ടിത്തെറിച്ച് കുടുംബത്തിൽ എല്ലാവരും മരിച്ച ഒരാൾ ബാക്കിയായാൽ ആ ബാക്കിയായ ഒരുത്തിനുള്ള താക്കീതാണത്, അല്ലേ? ദുരന്തമുണ്ടായി വയനാട്ടിൽ, പല ആളുകളും മരിച്ചു, നമ്മൾ ഇന്നും ബാക്കിയാണ്. പലരും അരഞ്ഞു തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഖുത്ബകൾ കഴിഞ്ഞ് തീർന്ന റോട്ടിലിറങ്ങിയ ആളുകൾ ഒരു ക്ലച്ചിന്റെയും ബ്രേക്കിന്റെയും ഇടയിൽ മരണം വന്നു. അറിയാതെ, വിചാരിക്കാതെ. എല്ലാവരും മരിച്ചത് വിചാരിക്കാതെയാണ്. വിചാരിച്ച് മരിച്ചവരാരുമില്ല. എല്ലാവരും വിചാരിക്കാതെ മറിഞ്ഞു കെട്ടി വീണ് മരിച്ചവരാണ്. അതുകൊണ്ട് അള്ളാഹ് തന്ന നിമിഷാർത്ഥങ്ങളെ തിരിച്ചു മടങ്ങി റബ്ബിലേക്ക് തിരിച്ചു മടങ്ങാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ പാന്താവിലേക്ക് തിരിച്ചു നടക്കാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന് ദുആ വസിയത്തുള്ളത്, എൻ്റെ ഭാര്യ മാതാവ് അവർ ഒന്ന് വീണ് രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് വീണ് തണ്ടലിൽ കിടപ്പാണ്. 4-5 മാസമായി റെസ്റ്റ് എടുക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നിലക്ക് പരിപൂർണമായ ആഫിയത്തോടുകൂടി ആഫിയത്തുള്ള ദീർഘായുസ് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ രൂപത്തിൽ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മറ്റൊന്ന് സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയുടെ കാര്യം നിങ്ങൾക്കറിയാം. നമ്മൾ കൊടുക്കുന്ന ഈ തുക മാത്രമാണ് പള്ളിക്കൊരു വരുമാനം എന്ന് പറയുന്ന സംഗതിയില്ല. അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു തുകയാണ് പള്ളിയുടെ ഫണ്ട്. നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു സംഗതി. മുകളിൽ പള്ളിയുടെ പിരിവ് നടക്കുന്നുണ്ട്. അതോടൊപ്പം അധ്യാപക മദ്രസ ബോർഡിന്റെ വിസ്ഡം മദ്രസ ബോർഡിന് കീഴിൽ അധ്യാപകർക്ക് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ മുഴുവനുള്ള അധ്യാപകർ അതിനുവേണ്ടിയുള്ള കളക്ഷൻ താഴെ നടക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന, അവനാനെ കൊണ്ട് കഴിയുന്നൊരു തുക അതിൽ നിക്ഷേപിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണം വരിക്കുന്ന യഥാർത്ഥ മുവഹിദുകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെയും ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നിലനിർത്തി തരുമാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് കടം വീടാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.